ഇപ്പോൾ എനിക്കറിയാവുന്ന പല കേസുകളും എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്. പല സ്ഥലത്ത് പലര് ഇടപെട്ടപ്പോൾ ഉണ്ടായ ബുദ്ധിമുട്ടുകളെ പറ്റി. സ്ത്രീകൾ അവർ എന്താ പറയുക, അവർ നേരിട്ട, അതുപോലെ തന്നെ തൊഴിൽ വരെ നഷ്ടപ്പെട്ട പലരും ഉണ്ട്. ഈ വക അഡ്ജസ്റ്റ്മെൻറ്റ്സും ഇത്തരം പരിപാടികളൊന്നും ചെയ്യാതിരുന്നത് കൊണ്ട്. അങ്ങനെ ഒരു കാര്യം ഞാനിപ്പോൾ വിളിച്ച് പറഞ്ഞാൽ എനിക്കെതിരെ ഇവർ പരാതി എടുക്കും, ഇവരെതിരാണ് കേസെടുക്കും, മറ്റേയാളെ അപമാനിക്കാൻ ശ്രമിച്ചു. അല്ല, അങ്ങനല്ലേ? അതുകൊണ്ടാണല്ലോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേട്ടാൽ ആർക്കും പറയാൻ പോലും പറ്റാത്തത്. ശരിയല്ലേ? അത് നമ്മൾ സാധാരണക്കാരാണ്, അല്ലെങ്കിൽ ഇതിനെന്ത് ഉത്തരവാദിത്തമാണ് എനിക്കുള്ളത് എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. അതിൻ്റെ അപ്പോൾ ഇതേ ആളുകളൊക്കെ ഞാനാണ് ആദ്യം, ഞാൻ പണ്ട് അഖിൽമാരാർ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ. ഇത് നേരിട്ട് പോലീസിൽ പരാതി കൊടുക്കുക, കേസാക്കുക. അല്ലാതെ ഇതിനെപ്പറ്റി അഭിപ്രായം പറയാൻ ആരും ഇവിടെ നിൽക്കാതിരിക്കുന്നത് നല്ലത്. ആ സ്ത്രീക്ക് പറ്റണം, അവരെ മോട്ടിവേറ്റ് ചെയ്യണം, അവരെ കൊണ്ട് പരാതി കൊടുപ്പിക്കണം. ഇത്രയേ ഞാൻ എപ്പോഴും പറയാറുള്ളൂ. അല്ലാതെ എവിടെയെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായി, വല്ല പീഡനത്തിൻ്റെ ഇരയായെന്ന് പറയുന്നവർ അവിടെ തന്നെ ഇരുന്നോ, ഞാൻ ചുമ്മാ വിളിച്ച് പറയാം അന്തോ കുന്തോ ഇല്ലാതെ എന്ന് ഞാൻ പറയത്തില്ല. അങ്ങനെ പരാതികൾ കൊടുപ്പിച്ചിട്ടുമുണ്ട്, ഒന്നല്ല രണ്ടെണ്ണം. അപ്പോൾ ഒക്കെ നിയമ നടപടികൾ ഉണ്ടാകാൻ ബുദ്ധിമുട്ടുണ്ടായപ്പോൾ കുറേ ഉന്നത ഉദ്യോഗസ്ഥരിലേക്ക് പിന്നെയും നമ്മൾ പരാതികൾ കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. അതിൻ്റെയൊക്കെ മെയിലൊക്കെ ഞാൻ വേണേൽ കാണിക്കാം, എവിടോട്ടൊക്കെയാണ് വിളിച്ച് പറഞ്ഞ് എന്തോരം മെയിൽ അയച്ചെന്നറിയോ. പക്ഷെ നടപടി ഉണ്ടായി, ആ കുട്ടിക്ക് നീതി ലഭിച്ചു എന്ന് പറഞ്ഞാൽ ഉണ്ടായിക്കൊണ്ടിരുന്ന എന്താ പറയുക അക്രമങ്ങൾ, ഇതിനെ ശാരീരികമായി വരെ ഉപദ്രവിച്ചിട്ടുണ്ട്. അതൊക്കെ പിന്നീട് ഉണ്ടായിട്ടില്ല. ഒരെണ്ണം അച്ഛനാണ്, പിന്നെ വേറൊരെണ്ണം അയൽവാസി, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളാണ്. ഇതിപ്പോൾ നമ്മളോട് ആരെങ്കിലും പറയാൻ നമുക്ക് ഇങ്ങനെയൊന്നും എടുത്ത് പറയാനൊന്നും പറ്റത്തില്ല. നമ്മളോട് പറഞ്ഞാൽ നമുക്ക് ചെന്ന് എത്തേണ്ട സ്ഥലം എന്ന് പറയുന്നത് ഇവിടെയൊക്കെ തന്നെയാണ്. അല്ലാതെ ഞാൻ ഇറങ്ങി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, അങ്ങനെ ചെയ്യാനും പാടില്ല, വെറുതെ വിളിച്ച് പറയാനും പാടില്ല. അങ്ങനെ ഇരിക്കെ ഇതൊരു കമ്മിറ്റി മുമ്പാകെ പറഞ്ഞ കാര്യങ്ങളാണ്. അവർ തന്നെ നടപടിയെടുക്കാൻ എന്താ പറയണ്ടേ ശക്തരാണ്, അതിനുള്ള ഉത്തരവാദിത്വം ഉള്ളവരാണ്. എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞാൽ ഞാൻ പറയും, എന്നോട് പറയേണ്ടത് നേരെ പോലീസ് സ്റ്റേഷനിൽ പോയി പറയുക എന്നുള്ളതാണ് പറയേണ്ടത്, അല്ലേ? അപ്പം എന്താണ് അവിടെ ഉണ്ടാകുന്ന വ്യത്യാസം എന്ന് ചോദിച്ചാൽ, അവർ പറയണമെങ്കിൽ പറയാം, ചിലർ പറയത്തൊന്നുമില്ല, ഇപ്പോഴും പറയാത്തവരുണ്ട്, എനിക്കറിയാം. ഇതെന്ന് പറയുന്നത് ഓക്കെ, ഇവിടെ നിന്നൊരു നീതി ലഭിക്കും, നടപടികൾ ഉണ്ടാകും എന്നുറപ്പുള്ളതുകൊണ്ടല്ലേ, അല്ലെങ്കിൽ അങ്ങനെ ഒരു വിശ്വാസം ഉള്ളതുകൊണ്ടാണ് കൂടുതലും പറഞ്ഞിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പലരും, എനിക്കറിയാവുന്ന ചിലരൊന്നും ഇത് പറയാതിരുന്നത്, അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പരാതിപ്പെടാതിരുന്നത് അവരുടെ പേഴ്സണൽ മറ്റേ പ്രൈവസി, അതുപോലെ തന്നെ ഭാവിയൊക്കെ ഭയന്നൊക്കെ തന്നെയാണ് അവർ പറയാത്തത്. അത് സുഹൃത്തുക്കളുടെ പറയും, ഇങ്ങനൊരു സംഭവം ഉണ്ടായിടാ, ആകെ ബുദ്ധിമുട്ടായി പോയി. കഴിഞ്ഞ ദിവസം ഒരു 2-3 ആഴ്ചയായുള്ളൂ ഒരെണ്ണം കേട്ടിട്ട്, ഒരു കഥ കേട്ടിട്ട്. അത് ഈ ഏരിയ അല്ല, പക്ഷേ TV ഇങ്ങനെയുള്ള ഈ പറഞ്ഞ പരിപാടികളുടെയൊക്കെ കഥയാണ്. അതൊക്കെ ഇവിടെ ഒത്തിരി പേര് അങ്ങോട്ട് ഇങ്ങനെ പറഞ്ഞു നടക്കുന്നുണ്ട്. ഉള്ളതും ആയിരിക്കും, ഇല്ലാത്തതൊന്നും ഇങ്ങനെ ആൾക്കാർ വന്ന് പറയത്തില്ല. അവർക്ക് നാണക്കേടുണ്ടാകുന്ന കാര്യങ്ങൾ അവർ ഇങ്ങനെ ആരോടും പറയത്തില്ല. പക്ഷെ നിയമപരമായിട്ട് നീങ്ങാൻ അവർക്ക് പറ്റുന്നില്ല. അല്ലെ, ഇങ്ങനെ ഒരു കമ്മിറ്റി ഇപ്പോൾ ഉണ്ടാണെങ്കിൽ ഇപ്പോൾ ആ കമ്മിറ്റി പോയി പറയുമായിരുന്നു എന്ന്. ഇനിയിപ്പോൾ അങ്ങനെയുള്ളവർ എവിടെ പോയി പറയും? അവരത് ഇനി ഒരിടത്തും പറയാൻ പോകുന്നില്ല. കൂട്ടുകാരുടെ ഇടയ്ക്ക് ഇരുന്ന് പറഞ്ഞ് അവർ സമാധാനിപ്പിക്കുമ്പോൾ അതിൽ സമാധാനിച്ചു പോകുന്ന ഒരവസ്ഥ മാത്രമേ പ്രതീക്ഷിക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഇപ്പോൾ എവിടെയെങ്കിലും പോയി ഇതുപോലൊക്കെ കംപ്ലയിൻറ്റ് ചെയ്താൽ അവർക്ക് പേടിയായിരിക്കും. പോലീസിൽ പോയി പരാതിപ്പെടാൻ പോലും പലർക്കും പേടിയുണ്ട്. പല കാര്യങ്ങളും എനിക്കറിയാം. പരാതിപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ നിന്നുണ്ടാകുന്ന നടപടികൾ, ഈ ചോദ്യങ്ങൾ, പിന്നെ അത് കഴിഞ്ഞ് നാട്ടുകാരുടെ ഇടപെടൽ എല്ലാം കൂടെ നമ്മൾ കോളമാക്കി കൈ കൊടുക്കുന്നു പലതും. കണ്ടിട്ടില്ലേ? എന്നാൽ കൊലക്കേസിൽ പ്രതിയായാലോ അവരെ ന്യായീകരിക്കാൻ കുറേ പേര് വരും. സ്ത്രീകളെ ന്യായീകരിക്കണം, ഗ്രീഷ്മ വരെ പഠിക്കാൻ പിടിക്കുക എന്നൊക്കെ പറയുക, അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അത് വാർത്തകളെ കാണുമ്പോൾ നമുക്ക് ചിരി വരും. ഇവർ പഠിക്കാൻ പിടിക്കുക ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുമല്ലേ? മിടുക്ക് കൂടിയതുകൊണ്ടാണ് ഒരാളെ ഇങ്ങനെ വിഷം കൊടുത്തു കൊല്ലാൻ പറ്റിയത്. എന്താണെങ്കിലും അതുപോലത്തെ ഒരുപാട് കേസുകൾ ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഇതിനകത്തിന് വേറെ എവിടെ പോയി പറയണമെന്നാണ് ഇവർ പറയുന്നത്. ഇനിയും ഒരു അടുത്ത ആളോട് പറയുമ്പോൾ പറയും, അയ്യോ ഇതല്ല കേട്ടോ പറയേണ്ട സ്ഥലം, മറ്റിടത്താണോ എന്ന് പറയുന്ന പോലത്തെ ഒരു അവസ്ഥ. വളരെ ദയനീയമായ അവസ്ഥ. ജനാധിപത്യമാണ് അത്ര, ജനാധിപത്യം. ഇതിനാണോ ജനാധിപത്യം എന്ന് പറയുന്നത്? ഇതിനകത്ത് ചെറിയ കുഴപ്പമുണ്ട് കേട്ടോ. ഈ ജനാധിപത്യത്തിനും സ്വാതന്ത്ര്യത്തിനും അല്ല നിയമ സംരക്ഷണം എന്ന് പറയുന്ന സ്ഥലത്ത് അപാകത പറ്റിയതിനെ പറ്റിയാണ് ഇവരൊക്കെ പറയുന്നത്. അതിൻ്റെ വീഴ്ചയാണ് അവർ പറഞ്ഞത്. നിയമത്തിൻ്റെ സംരക്ഷണം ലഭിക്കാതെ പോയവരുടെ പരാതികളാണ്. സംരക്ഷണം ഉണ്ടായിരുന്നെങ്കിൽ ഇത് സംഭവിക്കത്തില്ല. അപ്പോൾ അതിനെ ഭേദിച്ചുകൊണ്ട് ആ സംരക്ഷണം വേണ്ട സ്ഥലത്ത് കിട്ടാതെ പോയപ്പോൾ ഉണ്ടായ ഒരു പ്രശ്നത്തെപ്പറ്റി അതേ സംരക്ഷണം ഉറപ്പുവരുത്തുന്ന സ്ഥാപനങ്ങളോട് പറയുമ്പോൾ ആ സ്ഥാപനങ്ങൾ എന്ത് ചെയ്യണം? ശരിക്കും ഇവരൊക്കെ ലംഘിച്ചേക്കുന്നത് എന്താണ്? ഇവരെന്തിനെയാണ് ലംഘിച്ചേക്കുന്നത്? അതേ സ്ഥാപനത്തിലല്ലേ ഈ പരാതി വരുന്നത്? ഇത് അറിഞ്ഞാൽ പോരെ? ഇത് വേറെ ആരെങ്കിലും പറഞ്ഞറിഞ്ഞാൽ വരെ ആ നടപടി എടുക്കണം, അന്വേഷിക്കണം. അതാണ് അതിൻ്റെ ഒരു രീതി. അങ്ങനെ വേണം. അങ്ങനെയാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്, അല്ലേ? അതാണല്ലോ അതിൻ്റെ ശരി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി.
ചേട്ടാ ഈ പുക പരിശോധിക്കാനും അല്ലെ ഈ പറഞ്ഞ പോലെ സർട്ടിഫിക്കറ്റ് ഉണ്ടോ ഹെൽമെറ്റ് വെച്ചവൻ്റെ ഒക്കെ തലേന്ന് പോക്കറ്റ് അടിക്കാനൊക്കെ ഇഷ്ടം പോലെ ആൾക്കാർ ഇവിടെ ഉണ്ട്. എന്തൊരു തിരക്കാ റോഡിലൊക്കെ. വഴിയിൽ കൂടുതൽ ആൾക്കാർ നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ പോലീസുകാരൊക്കെയാണ് ഇടയ്ക്ക് കാശുണ്ടാക്കാൻ വേണ്ടിയിട്ട് നിൽക്കുക. അല്ലാതെ റോഡ് ഇപ്പോൾ ഭയങ്കര കുളമായതുകൊണ്ട് കുറച്ചിട്ടുണ്ട്. ആൾക്കാർ ചൂടാവും ഈ റോഡിൽ കൂടെ ഓടിക്കുമ്പോൾ. ഇനി അഥവാ ഹെൽമെറ്റ് എടുക്കാൻ മറന്നു പോയാൽ വീണ് മരിക്കാൻ വരെ റെഡി ആയിട്ട് ആൾക്കാർ റോഡിൽ കൂടെ വണ്ടി ഓടിക്കുന്നു. പലയിടത്തെ റോഡുകൾ കാണും കുഴിയും. അതൊക്കെ എന്നും ഉള്ള പ്രശ്നങ്ങളാണ്. അതുകൊണ്ടാണ് തോന്നുന്നു ഇപ്പം ഇങ്ങനത്തെ ചെക്കിങ് ഒരു ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട്. അവിടെയൊക്കെ ഭയങ്കര കർശനമായ നടപടികൾ എടുക്കാൻ ശക്തരായ മനുഷ്യരെ കാണാൻ പറ്റും. ഒരു വിട്ടുവീഴ്ചയില്ല അത് പറ്റത്തില്ല, അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അറിയോ, ശ്രദ്ധിച്ചിട്ടില്ലേ? ഇവരൊക്കെ എവിടെയാണെന്ന് എനിക്ക് മനസ്സിലാകാതെ. അവരൊക്കെ എങ്ങനെ ഇത് സഹിക്കുന്നത് അല്ലേ? ഇത്രയും വലിയ കുറ്റകൃത്യങ്ങളെ പറ്റി കേട്ടിട്ട് പലരും വന്നിപ്പോൾ പേര് വരെ വെളിപ്പെടുത്തി. ഇവരെങ്ങനെ സഹിക്കുന്നു? ഇവർ റോഡിലിട്ടെങ്കിലും പിടിക്കുക. ഈ വണ്ടി വല്ലവരും ഇവർ പോകുമ്പോൾ പിടിച്ചിട്ട് അങ്ങ് നടപടി എടുക്കുക. എന്തെങ്കിലും ഫൈനെങ്കിലും അടിക്കുക. ചുമ്മാ അല്ല, അത്രയെങ്കിലും ഒന്ന് ചെയ്യാമോ? അതിനെങ്കിലും പറ്റുമോ? ഇവർക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ നിയമവ്യവസ്ഥയെ ഇങ്ങനെ അട്ടിമറിക്കാൻ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വളരെ നിസ്സാരമായി കണ്ട് ആരെയും പീഡിപ്പിക്കാൻ തോന്നുന്നത് എങ്ങനെയാണ്? അല്ലെ ഇങ്ങനെ ഒരു കാര്യം ചെയ്യരുത് എന്നറിയാം. നിയമം അറിഞ്ഞുകൊണ്ട് തന്നെ അതിനെ ലംഘിക്കുകയാണ്. അത് ഏറ്റവും എന്താ പറയണ്ടേ, ശിക്ഷ കിട്ടാവുന്ന തരത്തിലുള്ള കുറ്റകൃത്യങ്ങളാണ് ചെയ്തേക്കുന്നത്. ഇവർക്കൊന്നും ആരെയും ഭയമൊന്നും ഇല്ലെന്നേ. എന്തിനു ഭയക്കണം? ഇവിടുത്തെ നിയമത്തെ പോലീസിനെ ഭയക്കേണ്ട ആവശ്യം ഇവർക്ക് എന്താണ്? അവരെവിടെയാണ് അത് കണ്ടേക്കുന്നത്? ഈ കേരളം എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഇതേപോലത്തെ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ? ഉന്നതൻ, പേരില്ല, സാധാരണക്കാരാണ് പേരും ഫോട്ടോയും ഒക്കെ വരും, വീഡിയോ വരും. അത് പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് പോലീസ് സ്റ്റേഷനിൽ എല്ലാം വരും. മറ്റവർക്ക് അത് വരത്തില്ലെന്ന് അവർക്ക് അറിയാന്നേ. പ്രിവിലേജ്ഡ് ആണ്, ഭയങ്കര പിടിപാടാണ്. അപ്പോൾ എന്ത് നിയമലംഘനം നടത്താൻ അത് മനസ്സിലാക്കിയേക്കുന്നവരായി കിടന്ന് കാണിക്കുന്നത്. അല്ലാത്തവരാരെങ്കിലും ഇതുപോലത്തെ പണി കാണിക്കൂ? അല്ലാത്തവർ കാണിക്കും. അവരെ ഭയങ്കര തൂക്കിക്കൊല്ലാൻ. ഇപ്പം ഗോവിന്ദചാമിയെ പോലത്തെ ഒരാൾ, അല്ലെങ്കിൽ മാനസിക നില തെറ്റിയ പല അവസ്ഥകളുണ്ട്. ഇപ്പോൾ ബസ്സിനകത്തൊക്കെ ഇങ്ങനെ ചില പരിപാടികൾ കാണിക്കുന്നവരെ കണ്ടിട്ടില്ലേ? അതിനകത്തൊരു സൈക്കാട്രിക് ഇഷ്യൂ ഉണ്ട്. ഇവർ മനഃപൂർവ്വം അല്ലാതെ സംഭവിച്ചു പോകുന്ന കാര്യങ്ങളുണ്ട്. ഇതൊക്കെ അങ്ങനെയല്ല, ഇത് രണ്ടാണ്. ഇതെല്ലാം മനഃപൂർവ്വം ഇതിനെ ലംഘിച്ചുകൊണ്ട് ബോധപൂർവം ലംഘിക്കുന്നതായി കാണുന്നത്. ഇവർക്കല്ലാത്ത മറ്റു കാര്യങ്ങളൊക്കെ നല്ല ബോധമുണ്ട്. ഇവരൊക്കെ സംസാരിക്കുന്നത് ശ്രദ്ധിച്ചു. ഇപ്പം എന്നെ ബോധമില്ല, അത് വേറൊരു കാര്യം. ഒരു കേസ് കൊടുത്തു, പോലീസ് അന്വേഷണം എന്ന് പറയുമ്പോഴേ കുറ്റവാളി എന്നൊക്കെ വിളിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. പബ്ലിക് ന്യൂസൻസ് എന്നൊക്കെയാണ് പറയുന്നത് യൂട്യൂബ് വീഡിയോ ഇടുന്നതിന്. അതൊരു പബ്ലിക് ന്യൂസൻസ് അല്ലത്. ഇത് ക്ലിക്ക് ചെയ്ത് പൈസ കൊടുത്ത ആൾക്കാർ ഇത് കാണുന്നത്. ആര് അങ്ങനെ ക്ലിക്ക് ചെയ്ത ഒരാൾ കണ്ടിട്ട് അങ്ങനെയാണെങ്കിൽ ഈ പോൺ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ പോൺ വീഡിയോ കണ്ടവരെ പിടിക്കുന്നുണ്ട്. എന്നാൽ പിന്നെ അതിനകത്ത് അഭിനയിച്ചവരെ പോയി പിടിച്ചാൽ പോരെ? അല്ലേ? ശരിയല്ലേ? ഇത് കാണുന്ന അല്ലെ ബാൻഡ് ആയിരിക്കണം ഇങ്ങനെ ഒരു പരിപാടി. അത് ബാൻ ചെയ്ത സംഭവമാണ്. ഇപ്പോൾ ചൈൽഡ് ഫോണൊന്നും കാണാൻ പാടില്ല. അങ്ങനെ എന്തെങ്കിലും കിട്ടിയാൽ റിപ്പോർട്ട് ചെയ്യണം. എന്നിട്ട് എന്ത് കാര്യം? വല്ല റിപ്പോർട്ട് ചെയ്താൽ ഇവരിവിടെ പോയി തപ്പിയെടുക്കാൻ അതെല്ലാം റൂട്ട് ചെയ്യാൻ നടക്കത്തില്ലോ. ഇവിടെ 6000-ന് മേലുള്ള ആൾക്കാരെ കാണാതായെന്ന് കേരളത്തിൽ നിന്ന്. 2,43,000 ക്രിമിനൽ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കേരളത്തിൽ നിന്ന്. അപ്പോൾ ഇവിടെ കാണുന്നത് എന്താ? കൊടും കുറ്റവാളികളായ തൊപ്പി, സഞ്ജു ടെക്കി, ചെകുത്താൻ, പിന്നെ ആരൊക്കെയാ? ഇപ്പം പിന്നെ VJ. അവനെ ഇനി ആ കേസ് എന്താവുമെന്ന് എനിക്കറിയത്തില്ല. എന്താണ് പരാതി നമുക്കറിയത്തില്ല. ഒരു കുട്ടി കൊടുത്ത പരാതിയാണ്, ബോക്സ് ആണ്, സിവിയറിറ്റി ഭയങ്കര ഹൈ ആണ് പരാതിയുടെ. പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ളൊരു കാര്യത്തിലാണ് നിൽക്കുന്നത്. ഇങ്ങനെയൊക്കെയുള്ള കുറേ വാർത്തകൾ കാണാൻ പറ്റും. യൂട്യൂബർമാരെ പിടിക്കുക, സൈബർ കേസ് എന്നൊക്കെ പറഞ്ഞാൽ ഇതാണെന്ന് തെറ്റിദ്ധരിക്കുക ആൾക്കാർ. ഇവിടെ ലക്ഷങ്ങൾ പോയ ആൾക്കാർ സൈബർ ഈ പറഞ്ഞ പോലെ തട്ടിപ്പുകൾ, ഓൺലൈൻ തട്ടിപ്പുകളിൽ ലക്ഷങ്ങൾ പോകുന്നു. ഹാക്കിങ് നടക്കുന്നു. അതൊന്നും ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? വാർത്തകൾ വരുന്നുണ്ടോ? ഇത്ര ഭയങ്കര ഹൈലൈറ്റ് ചെയ്ത് ഈ യൂട്യൂബറുടെ ഹൈലൈറ്റ് ഒന്നും അവിടെ കിട്ടുന്നില്ല. അല്ലെ യൂട്യൂബർ ഹാക്ക് ചെയ്യണം ഇനി, എന്നാലേ ചിലപ്പോൾ അത് വലിയ കേസാകത്തുള്ളൂ. ഹാക്ക് ചെയ്ത് പറയാൻ വേണം, അതാ വേറെ കുഴപ്പം. ഈ സഞ്ജു ടെക്കിയൊക്കെ ഇട്ട വീഡിയോ പോലെ